വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു മ്യൂസിക് കേട്ടിട്ടാണ് തുടങ്ങിയത്. കാരണം ഇന്നിങ്ങനെ വളവളവളാന്ന് സംസാരിച്ചിട്ടല്ലേ തുടങ്ങല്. അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് ആയിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് കേട്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് രസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഒരുക്കിയിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഏട്ടന് പനി കുറവില്ല, അപ്പോൾ ഏട്ടനെ കൊണ്ട് പോകണം. ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം ചോറും കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് പോകാം കേട്ടോ. ഏട്ടനോട് ഞാൻ പറഞ്ഞതാണ് ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വേണ്ട, ഏട്ടൻ വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയും വേണ്ടി പോയി. ഞങ്ങൾക്ക് ഈ കാടും മടലൊക്കെ ഉള്ളിടത്തോട്ട് വണ്ടി കൊണ്ട് പോകാൻ നല്ല ഇഷ്ടമുണ്ട്. കുറുക്ക് വഴിയൊക്കെ കുറുക്ക് വഴി ഉണ്ടായില്ലേ കൂടെ പോകാൻ. അപ്പോൾ അതിൽ കൂടെ ഉണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ മുളയങ്കാവ് പോയി അവിടെ ഡോക്ടറെ കണ്ട് നേരെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചക്ഷൻ വെച്ച് കിടക്കുകയായിട്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള പണികളെല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോഴേക്കും വിശന്ന് പറഞ്ഞൊരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ പണികളെടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കുക, പണികളൊക്കെ വേഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ കേട്ടോ ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് സംസാരിച്ചിട്ടാണ് കേട്ടോ കൊറിയർ അൺബോക്സ് ചെയ്യുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ട്രൈപ്പോഡ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ തോരണുണ്ട്, എൻ്റെ കസിനേട്ടൻ വാങ്ങി തന്ന തോരണുണ്ട്. പക്ഷേ അത് വലുതാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴൊന്നും കൊണ്ടു നടക്കാൻ പറ്റിയ സംഭവമല്ല. അപ്പോൾ ഇത് അതിനകത്ത് ഞാൻ സംഭവം 200 രൂപയുള്ളൂ. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുള്ളത്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഇങ്ങനെ യൂസ് ചെയ്യാമെന്നൊരു ഇതിൽ ഞാനങ്ങനെ വാങ്ങിയതുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ പോകുമ്പോഴും അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാമെന്ന് മാത്രം, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ട്രൈപ്പോഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈപ്പോഡാണെന്ന് നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഇല്ല, അതാണ് സംഭവം. വന്ന് സെൽഫി സ്റ്റിക്ക് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഇതിന് കാലും കൈയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വിടർത്തിരിക്കുക, അങ്ങനെ കാലും കൈയൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ വൈകുന്നേരം ചായക്ക് അച്ചപ്പവും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് രാവിലെ മുറ്റടിച്ചാലൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഒരു ഓടലായിരുന്നു. നീച്ച് പല്ല് കഴിച്ച് ഏട്ടനൊക്കെ കഞ്ഞി കൊടുത്തിട്ട് അങ്ങനെ ഒരു ഓടലായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. പിന്നെ വൈകുന്നേരമാണ് മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ടായിരുന്നത്. അമ്പാടിയുടെ പനി ഒന്ന് കുറഞ്ഞപ്പോഴത്തേനും കുട്ടി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് റോഡൊക്കെ ഓടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ കുറേ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ അവന് സ്പീഡിൽ അങ്ങനെ ഓടുന്നത്. അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് കൊഞ്ചും, അവൻ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് കൊഞ്ചും അങ്ങോട്ട് പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു തെങ്ങുണ്ട്, അതിൻ്റെ അങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അവനെ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനുള്ള ചായ കൊടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ അമ്പാടി ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ്റെ മേലെ ചടി കയറിയത്. അതുവരെ എൻ്റെ ഒക്കെ തിരുന്നിരുന്ന കുട്ടിയാണ് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാതെ. ഓന് പോവാണ് പറഞ്ഞപ്പോൾ വേഗം ഒക്കത്ത് കയറിയിരുന്നാണ് കേട്ടോ. കാരണം അമ്മമ്മയുടെ അടുത്തേക്ക് പോവുക, ചേച്ചിയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വേഗം ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ കടയിലേക്കും കൂടെ പോയതന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനായിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഏട്ടനാണെങ്കിൽ പനിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് പുതപ്പൊക്കെ മൂടിയിരിക്കുന്നത്. പിന്നെ അമ്മ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഇത് ഏട്ടൻ വന്നപ്പോൾ കൊടുക്കുന്നുണ്ട്, റസ്ക്, അതേപോലെ പഴം. പിന്നെ അമ്മ എന്തൊക്കെ ഉള്ളിയും തക്കാളി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം കൂടെ ബിസ്ക്കറ്റും റസ്ക്കും പഴവും ഒക്കെ കൂടെ ഒരു കവറിൽ കെട്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അമ്മ കൊടുത്തയച്ച സാധനങ്ങൾ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഇങ്ങനെ എടുക്കാൻ കേട്ടോ. അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കിഴങ്ങ് പോലെ പച്ചക്കറി പകുതി മുക്കാലും അമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും അമ്മ കൊടുത്തയച്ചിട്ടുണ്ടാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തയച്ചിരുന്നു. അതേപോലെ കലണ്ടറില്ലേ, ഇവിടെ കലണ്ടറില്ലേ നമ്മുടെ വീട്ടിൽ, അപ്പോൾ കലണ്ടറും അതേപോലെ ചപ്പാത്തിക്കോലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. തൂക്കുപാത്രം, ചപ്പാത്തിക്കോല്, ഇവിടെ ടൈലുമ്പോൾ പരത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചപ്പാത്തിക്കോലും അതേപോലെ കലണ്ടറും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കലണ്ടർ ഇനി നമുക്ക് അവിടെ എവിടെയെങ്കിലും ചുമരുമ്പോൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ ഇറങ്ങാറായിട്ടുണ്ടെന്നല്ല, അവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ ഫസ്റ്റത്തെ മ്യൂസിക്കില്ല അതൊക്കെ ഒരു ശരിക്കും പാട്ടാക്കിയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ കണ്ടില്ല അതും കൂടെ ഒരു ഹാങ്ങായിട്ട് ഫോണൊക്കെ ഹാങ്ങായിട്ട് വീഡിയോ ഒക്കെ പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് കൊടുത്തതും എല്ലാം അതും കൂടെ പോയിട്ട് ആകെ സങ്കടമായി. എന്നിട്ട് പിന്നെ അത് റിപ്പീറ്റ് അടിച്ച് പിന്നെ വോയിസ് കൊടുത്ത് ഒക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഇരുന്നിട്ടാണ്, ഉച്ചയ്ക്ക് ഒരു 11 മണി ആ സമയത്ത് ഇരുന്നിട്ടാണ് ഞാൻ അത് വോയിസ് കൊടുക്കുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുള്ളൂ വെച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പോയി വന്നപ്പോൾ അവൻ വരുന്ന ടൈമിൽ മീൻ കൊണ്ടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവന് ചൂരമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ നാട്ടിൽ ഇതിൽ ചൂര എന്നാണ്ട് കഷ്ണ മീനില്ലേ, ഇതിന് ഏട്ടൻ്റെ വീട്ടിൽ അവിടെയൊക്കെ ചൂര എന്നാണ് കേട്ടോ പറയുക. നമ്മുടെ വീടിൻ്റെ അവിടെ അതായത് തൂതയിൽ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇതിന് ചൂതാൻ എന്നാണ് കേട്ടോ പറയുക. രണ്ടും ഒരു മീനാണ്, പക്ഷെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രം. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ.
പിന്നെ അതൊക്കെ നേരാക്കി വൃത്തിയാക്കി കുട്ടിയൊന്നും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വറക്കും ചെയ്യുക, കുറച്ച് കറി വയ്ക്കുകയും ചെയ്യിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉപ്പും മുളകൊക്കെ പുരട്ടി കുറച്ച് കറി വയ്ക്കാനുള്ളത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടോ. പക്ഷേ വറക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും കറി വയ്ക്കാനുള്ള ടൈം കിട്ടിയില്ല. വറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടി കരച്ചിൽ തുടങ്ങി. അപ്പോൾ കറി വയ്ക്കാനുള്ളത് കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസത്തിന് കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.